പണ്ട് ഒരു കൃഷിക്കാരന് ഒരു പന്നിയും ഉണ്ടായിരുന്നു, ഒരു പട്ടിക്കുട്ടിയും ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും മഹാമടിയന്മാരായിരുന്നു. എപ്പോഴും എവിടെയെങ്കിലും കിടന്നുറങ്ങും. വൃദ്ധനായ കൃഷിക്കാരൻ കൊണ്ടുവന്ന് കൊടുക്കുന്ന തീറ്റി തിന്നും, വീണ്ടും കിടന്നുറങ്ങും. അവസാനം കൃഷിക്കാരന് തന്നെ തോന്നി, നിങ്ങളെ കൊണ്ട് ഒരു പ്രയോജനമില്ലല്ലോ, എപ്പോഴും ഉറക്കം തന്നെ ഉറക്കം. അങ്ങനെ അദ്ദേഹം ഒരു വടിയെടുത്ത് രണ്ടുപേരെയും അടിച്ച് പുറത്താക്കി. എന്നിട്ട് പറഞ്ഞു, രണ്ടുപേരും പണിയൊന്നും ചെയ്യാതെ ഇവിടെ ജീവിക്കാമെന്ന് വിചാരിക്കേണ്ട, പോയി എന്തെങ്കിലും ഒരു പണി ചെയ്യുക. അങ്ങനെ പണി ചെയ്യുന്നവർക്ക് മാത്രമേ ഇവിടെ ഇനി കയറാൻ പറ്റൂ. അങ്ങനെ രണ്ടുപേരുടെ ജോലി ചെയ്യാൻ പോയി. പന്നി നോക്കിയപ്പോൾ പാടത്തൊരു കലപ്പ കിടക്കുന്നു. എന്നാൽ പിന്നെ കലപ്പ എടുത്ത് നിലമുഴാം എന്ന് അത് വിചാരിച്ചു. പട്ടിയാണെങ്കിൽ അപ്പോഴും മടിയനാണ്, ഉറക്കമാണ്. പന്നി കലപ്പ എടുത്ത് നിലമുഴുതു. പട്ടിയാണെങ്കിൽ ഒരു മരച്ചുവട്ടി കിടന്ന് നല്ല സുഖമായിട്ട് ഉറങ്ങുകയും ചെയ്തു. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നിലമൊക്കെ ഉഴുത് പന്നി വല്ലാതെ ക്ഷീണിച്ചു. അത് വന്ന് പട്ടിയോട് പറഞ്ഞു, ചങ്ങാതി, എൻ്റെ പണി തീർന്നു കേട്ടോ, ഞാനൊന്ന് വിശ്രമിക്കട്ടെ, എന്നിട്ട് പോയി യജമാനോട് പറയാം ഞാനിന്ന് പണിയൊക്കെ ചെയ്തു എന്ന്. നീ എന്ത് പണിയാണ് ചെയ്തത്? അപ്പോൾ പട്ടി പറഞ്ഞു, ഞാനും ഒരു പണി ചെയ്തു, അത് നിന്നോട് പറയുന്നില്ല, എന്നാലും നീ വിശ്രമിക്കുക. അങ്ങനെ പന്നി അവിടെ കിടന്നത് വിശ്രമിച്ചു. ഈ സമയത്ത് പട്ടി എന്ത് ചെയ്തു? പട്ടി ഓടിച്ചെന്ന് പന്നി ഉഴുതിട്ട് നിലത്തോട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഓടി. എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പന്നിയുടെ അടുത്ത് വന്ന് പറഞ്ഞു, വാ നമുക്ക് യജമാൻ്റെ അടുത്തോട്ട് പോവാം. രണ്ടുപേരുടെ കൃഷിക്കാരൻ്റെ അടുത്ത് ചെന്നു. രണ്ടുപേരുടെ വരുന്ന കണ്ടപ്പോൾ കൃഷിക്കാരൻ ചോദിച്ചു, ആ വന്നോ, ഇന്നെന്തെങ്കിലും പണി ചെയ്തോ രണ്ടുപേരും? അപ്പോൾ പന്നി പറഞ്ഞു, യജമാനെ, ഞാൻ നമ്മുടെ നിലം മുഴുവൻ ഉഴുതു. അപ്പോൾ പട്ടി ചോദിച്ചു, നിലം ഉഴുതോ? ആര്? നീയോ? നീയൊന്നുമല്ല നിലം ഉഴുതത്, ഞാനല്ല നിലം ഉഴുതത്, കള്ളം പറയുന്നു. അപ്പോൾ പന്നി അങ്ങ് ഞെട്ടിപ്പോയി. പട്ടി ഇങ്ങനെ പറയുമെന്ന് പന്നി വിചാരിച്ചില്ല. അവൻ പറഞ്ഞു, അയ്യോ ഞാനാ നിലം ഉഴുതത് യജമാനെ, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ കഷ്ടപ്പെട്ട് നിലം ഉഴുതിട്ടുണ്ട്. പട്ടി സമ്മതിക്കുന്നില്ല. പട്ടി പറഞ്ഞു, പട്ടിയാണ് നിലം ഉഴുതതെന്ന്. അവസാനം കൃഷിക്കാരൻ്റെ സംശയമായി. കൃഷിക്കാരൻ രണ്ടുപേരെയും കൂടെ വിളിച്ച് പാടത്ത് കൊണ്ടുപോയി. ചെന്ന് നോക്കുമ്പോൾ പാടമൊക്കെ ഉഴുതിട്ടുണ്ട്, പക്ഷേ അതിലെല്ലാം പട്ടിയുടെ കാൽപാദങ്ങളാണ് കാണുന്നത്. പന്നിയുടെ കാൽപ്പാടുകൾ എങ്ങും കാണുന്നില്ല. കാണുന്നത് മരച്ചുവട്ടിലാണ്. അതവിടെ കിടന്ന് ഉറങ്ങിയതുകൊണ്ടായിരിക്കും അങ്ങനെ പാട് വന്നതെന്ന് അയാൾ വിചാരിച്ചു. അയാളൊരു വടിയെടുത്ത് പന്നിയെ നല്ല രണ്ടടി കൊടുത്തിട്ട് പറഞ്ഞു, ഇനി മുതൽ നിനക്ക് വീടിനകത്ത് സ്ഥാനമൊന്നുമില്ല, നീ ചെളിക്കുഴി കിടന്നാൽ മതി, ഇനി മുതൽ പട്ടിയാണ് എൻ്റെ കൂട്ടുകാരൻ. അങ്ങനെ അയാൾ പട്ടിയെ വിളിച്ച് വീട്ടിലേക്ക് പോയി. പന്നിക്ക് സ്ഥാനം പാടത്തുമായി. അന്ന് മുതൽ പന്നികൾക്ക് പട്ടികളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എത്തരത്തിലുള്ള കഥകളാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ.